വളരെ കൗതുകകരവും അതോടൊപ്പം തന്നെ വളരെ ആശ്ചര്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. നമുക്ക് കയറി അതിനകത്ത് നോക്കാനും പറ്റത്തില്ല. നമ്മളൊക്കെ വെളിയിലല്ലേ നിൽക്കത്തുള്ളൂ. അതായത് വേലി തന്നെ വിളവ് തിന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 3 ദേവിമാരുണ്ട്. അവരത് ശിവന്റേത്, ഗണപതിയുടെ കിരീടം. കിരീടം കമ്മറ്റിക്കാരൻ ചെന്ന് നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അന്നേരമൊന്നും കള്ളൊന്നും തോന്നത്തില്ല. ഒരു 4-5 പവൻ കാണും. മുഖം ചാർത്തെന്ന് പറയും. എന്നുവെച്ചാൽ ശിവന്റെ രൂപം തന്നെ പണിഞ്ഞ് ആ വിഗ്രഹത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്. ഞാൻ തന്നെ എടുത്തതെന്ന് പറയും. നമ്മളെന്തോ പറയുന്നത്. ഇതല്ലേ ഭഗവാന്റെ കാര്യമല്ലേ, എന്നും ഭഗവാനെ നേദിക്കുന്ന ആളാണ്. 20 പവനാണ് മൊത്തം കിരീടം. അത് 8 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. നമസ്കാരം. വളരെ കൗതുകകരവും അതോടൊപ്പം തന്നെ വളരെ ആശ്ചര്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പരവൂരിലെ പൂക്കുളം യക്ഷിക്കാവ് ക്ഷേത്രത്തിലാണ്. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ, കിരീടം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു. ആ മോഷ്ടാവ് എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ തിരുമേനി തന്നെ ആയിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതായത് വേലി തന്നെ വിളവ് തിന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തമാശയ്ക്ക് പറയാമെങ്കിലും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഇത് നാട്ടുകാർക്കും ഒക്കെ തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള, വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ കാലങ്ങളായി ഇവിടുത്തെ കഴകമായിട്ടുള്ള ഒരു അമ്മയാണ് കൂടെ ഉള്ളത്. അമ്മ എത്ര നാളുണ്ട് ഇവിടെ? കുറച്ച് ആളുകൊണ്ടേ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വിഷയം ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് മോഷണം പോയിരിക്കുന്നത്? ദേവിയുടെ 3 ദേവിമാരുണ്ട്. അവരത് ശിവന്റേത്, ഗണപതിയുടെ കിരീടം കിരീടം. അല്ലാതെ മാലകളൊന്നും പോയിട്ടില്ല. സ്വർണ്ണ കിരീടങ്ങളായിരുന്നു. എല്ലാം സ്വർണ്ണ കിരീടങ്ങളായിരുന്നു. ഈ കിരീടങ്ങളെല്ലാം പോയെങ്കിലും നമ്മൾ വന്ന് നോക്കുമ്പോൾ കിരീടം ഉണ്ട്. ഈ അമ്പലത്തിൽ നിൽക്കുന്ന മറ്റുള്ള കമ്മിറ്റിക്കാർ വന്നാലും തൊഴുവാൻ വരുന്നവർ വന്നാലും എല്ലാവരും വന്ന് നോക്കിയാലും കിരീടമുണ്ട്. പക്ഷെ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് വെച്ചിരുന്നത്. അതേ ഫാഷനിൽ അതേ രീതിയിൽ എല്ലാം കൊണ്ടുവച്ചു. അതുകൊണ്ട് ആർക്കും സംശയം പറയാൻ പറ്റത്തില്ല. നമുക്ക് കയറി അതിനകത്ത് നോക്കാനും പറ്റത്തില്ല. നമ്മളൊക്കെ വെളിയിലല്ലേ നിൽക്കത്തുള്ളൂ. എല്ലാവരും ചെന്ന് തൊഴുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളും ദിവസേന ഉണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. അവര് വന്ന് നോക്കുമ്പോഴും സാധനമുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ ഇപ്പം കമ്മിറ്റി വേറെ കൈമാറി പുതിയ ആളുകൾ എടുക്കുന്നു. ഇതിപ്പം ഒരു നിന്നിട്ട് 5-6 വർഷമായി. ഇന്നലെ അടുത്ത കൈമാറും, അടുത്ത കമ്മിറ്റിക്കാരാവും. അവിടെ അടുത്ത കമ്മിറ്റിക്കാരാകുമ്പോൾ നമ്മൾ ഈ രേഖകളെല്ലാം അവരെ ഏൽപ്പിക്കണം. ഒരു പൊട്ട് കിട്ടിയാലും അതിന്റെ എണ്ണം വരെ വെച്ച് ഇവർക്ക് കൊടുക്കണം. മെനഞ്ഞാണ് പ്രമാണം കൈമാറിയപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഇനി സ്വർണ്ണങ്ങളുണ്ട്, ബാക്കിയുള്ള ആഭരണങ്ങളെല്ലാം ബാങ്കിലിരിക്കുന്നു. പണയം വെച്ചാക്കിയല്ല, അല്ലാതെ വെച്ചാക്കുന്നു. അന്നേരം ഇതുണ്ട്. അന്നേരം ഈ പ്രമാണമൊക്കെ കൈമാറിയപ്പോൾ പറഞ്ഞു ഇനി സ്വർണ്ണമുണ്ട്, അത് സ്വർണ്ണം നാളെയാണ്, ഇന്നലെ കൈമാറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പോറ്റിയുടെ അടുത്ത് പറഞ്ഞു സാധനങ്ങളെല്ലാം ഉണ്ട്. അന്നേരം ഈ കമ്മിറ്റിക്കാരൻ ചെന്ന് നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അന്നേരമൊന്നും കള്ളൊന്നും തോന്നത്തില്ല. പക്ഷേ ഇനി അടുക്ക പോറ്റിക്ക് അന്നൊരു വിപ്രാളമായി. ഇനിയിപ്പോൾ നാളെ ഇതെല്ലാം കൊടുക്കണ്ടേ, എവിടുന്ന് എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ വിളിച്ചിട്ട് അതിലൊരു ചെറുക്കനെ വിളിച്ച്, പുതിയ ഒരു ചെറുക്കനെ വിളിച്ചിട്ട് വന്ന് എനിക്ക് ഒരു അബദ്ധം വന്നുപോയി, ഇന്നണക്ക് ഇരിക്കുന്നു, ഒരെണ്ണം മിക്സായി പോയെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു എന്തോന്നു? അന്നും പറഞ്ഞ് ഇന്നണക്ക് ചെറിയ അമ്മയുടെ ഒരു കാര്യം ഒന്നും പറഞ്ഞു. പറ്റത്തില്ല, സാധനം കൊണ്ടുവരണമെന്നും മറ്റേ കമ്മിറ്റിക്കാരെയും വിളിച്ച് അവർ ഒരുപാട് സംസാരമായി. നിങ്ങളും ഞങ്ങളും കൂടെയാണ് നിൽക്കേണ്ടത്. ഞങ്ങൾ തന്ന സാധനങ്ങൾ അതേ കണക്ക് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കണം. ഇത് മൊത്തം പൊതുജനങ്ങളെയാണ്, ഇത് ആരെയും കുടുംബമല്ല. ഈ അമ്പലം ഇത് ആകെ ഒരു മരമായിരുന്നു. ആ മരത്തിൽ നിന്നാണ് പിന്നെ ഈ ദേവികളെല്ലാം ഇങ്ങനെ പ്രതിഷ്ഠിച്ച് കൊണ്ടുവച്ചത്. ആ മരത്തിൽ തന്നെ ഇവർ വന്ന് ഇപ്പം കുഞ്ഞു പറഞ്ഞ കണക്ക് വേലി തന്നെ വിളവ് തിന്നുന്നെന്ന് പറഞ്ഞാൽ കൊച്ചി വിശ്വസിച്ചല്ലേ ഇതെല്ലാം കൊടുക്കുന്നത്. നാട്ടുകാർ പിരിച്ചു കൊടുത്തതാണ്. ചെറുതും വലുതും എല്ലാം കൊടുത്തത് ഒരുമിച്ചാണ്. വലിയ കിരീടമാണ് അമ്മയുടേത്, വലിയ കിരീടമാണ്. ആ കിരീടത്തിന് താന്നതാണ് ബാക്കിയുള്ളവർക്കെല്ലാം. മൊത്തം 6 കിരീടം, 5 കിരീടം. ഗണപതി, 3 അമ്മമാർ, ദുർഗാദേവി, പരമശിവൻ, യക്ഷിത്തമ്പുരാട്ടി, അന്നപൂർണേശ്വരി, പരമശിവൻ. ഈ പരമശിവന്റെ ആണെങ്കിൽ ഒരു 4-5 പവൻ കാണും. മുഖം ചാർത്തെന്ന് പറയും. എന്നുവെച്ചാൽ ശിവന്റെ രൂപം തന്നെ പണിഞ്ഞ് ആ വിഗ്രഹത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നതാണ്. അതൊന്നുമില്ല. പക്ഷെ ആ സാധനങ്ങളെല്ലാം എന്നും ഉണ്ട്. നമ്മളെല്ലാം ചെന്ന് നോക്കുമ്പോൾ ഈ കണ്ട ജനങ്ങൾ വരുമ്പോഴെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാം മുക്കുപണ്ട. അത് പിന്നെ അതിപ്പം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നിന്ന നമ്പൂതിരി പോറ്റിയെ, പരമേശ്വരൻ പോറ്റി അത് മാറ്റിയിട്ട് പിന്നെ പുതിയ പോറ്റിയെ കൊണ്ടുവന്നിട്ട് പഴയ പോറ്റി ഇവിടെ ഇരുന്ന് ആ പോറ്റിയെ കൊണ്ടുവന്നാണ് തുറന്നിട്ട് പോലീസുകാരും ഇവരെല്ലാം കൂടെ നിന്നിട്ടാണ് ഇതെടുത്ത് ഓരോ സാധനങ്ങളും എടുത്ത് കുടിച്ച് കാണിച്ചിട്ട് ആ പോറ്റിക്കല്ലേ അറിയാവും നോക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. ഗണപതിക്ക് വെച്ചാക്കുന്നത് വെള്ളിയിൽ പൂശിയ കിരീടമാണ് ഗണപതിക്ക് വെച്ചത്. അതും എടുത്തു വന്ന് അതും വെള്ളിയാണ്. ബാക്കി മൊത്തം പക്ഷേ കണ്ട ഇത് തന്നെ, ഇതിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ ഈ പോറ്റി ഇത് മൊത്തം എടുത്തതും ഇതെല്ലാം മൊബൈലിനകത്ത് ഇതേ കണക്ക് മൊബൈലിനകത്ത് പിടിച്ച് ഈ പോലീസുകാരെ കാണിച്ച് അങ്ങനെ ഏറ്റ് ഞാൻ തന്നെ എല്ലാം എടുത്തെന്ന് പറഞ്ഞ്. അന്നേരം വന്ന് ഈ ജനങ്ങൾ ഇവിടെ ഉത്സവം പോലെ ആയിരുന്ന ആള് ഇന്നലെ വന്ന് അറിയുന്നത് ഈ സാധനം മൊത്തം പോറ്റി എടുത്തെന്ന്.
ഞാൻ തന്നെ എടുത്തതെന്ന് പറയുന്നു. പിന്നെ നമ്മളെന്തോ പറയുന്നത്, ആരും അടിച്ചതും ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ സ്വയം ഏറ്റല്ലേ, ഞാനല്ല എന്ന് പറഞ്ഞില്ല, ബാക്കിയുള്ള ആളുകളെ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ഞാൻ തന്നെ. പക്ഷേ ഇതാ ഇങ്ങനെ ചെറുതായിട്ടാണ് ഞാൻ കുടിച്ചുകൊണ്ട് പോയതും. പിന്നെ പല സ്ഥലങ്ങളിൽ കൊടുത്ത കാര്യങ്ങൾ, പിന്നെ ജുവലറിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി 8 ലക്ഷം രൂപയാണ് മൊത്തം ഇത് കൊണ്ടു കൊടുത്തത്. എന്നാൽ അതിൽ 20 പവനാണ് മൊത്തം കിരീടം. അത് 8 ലക്ഷം രൂപയിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇത്രയും സ്വർണം ഇത് മാത്രമേ നമുക്കറിയാവൂ. പക്ഷെ നമ്മളിവിടെ തേക്കാനും കഴുകാനും നിൽക്കും, തൂക്കാനൊക്കെ നിൽക്കും. വർഷം കൊണ്ടുണ്ട്? 5-6 വർഷം കൊണ്ടേ ഉണ്ട്. എന്റെ കുഞ്ഞമ്മയായിരുന്നു, ഒരുപാട് വർഷങ്ങൾ, 12 വർഷം കൊണ്ടേ ഉണ്ട്. കുഞ്ഞമ്മ സുഖമില്ലാതായപ്പോഴാണ് ഞാൻ മുട്ടറയ്ക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അന്നേരം ഈ പൂമൂടൽ പരിപാടി വരുമ്പം കുഞ്ഞിനാണ് ഒരു പൂമൂടൽ എന്ന് പറഞ്ഞാൽ തേങ്ങ ഉടയ്ക്കുന്നതുണ്ട്, മുട്ടറയ്ക്കൽ പരിപാടി. അത് നമ്മളെ ദുഃഖത്തിന്റെ ആയാലും, ഒരു കല്യാണം നടക്കാനും, ഒരു കുട്ടികളുണ്ടാവാനും, വസ്തു മേടിക്കാനായാലും, വിദേശത്തേക്ക് പോകാനായാലും, ഇതിനെല്ലാം വേണ്ടിയാണ് ഈ മുട്ടറയ്ക്കൽ പരിപാടി, തേങ്ങ ഉടപ്പാണ് അത് നടത്തുന്നത്. അന്നേരം അവർക്ക് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അവർ പൂമൂടൽ ചെയ്യും. പൂമൂടൽ എന്ന് പറയുമ്പോൾ ഈ സ്വർണ്ണങ്ങൾ മൊത്തം നമ്മൾ ഇടണം. ഇട്ട് നമ്മളാണ് ഇതെല്ലാം മേടിച്ചുകൊണ്ട് കൊടുക്കുക. ഈ കമ്മിറ്റിക്കാരല്ല, അപ്പം കുഞ്ഞാന്ന് നടത്തുന്നെങ്കിൽ കുഞ്ഞാന്ന് ഈ പൂവെല്ലാം മേടിച്ച് കൊണ്ടുവരേണ്ടത്. അമ്മയെ പൂ കൊണ്ട് മൂടി നിർത്തണം. അത് വരുമ്പം ഈ സ്വർണ്ണങ്ങളെല്ലാം എടുക്കണം. അതായപ്പോൾ ഇങ്ങനെ വെട്ടിൽ വീണ് പറയാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ ആള് നല്ല വൃത്തിയാണ്, എല്ലാവരുടെയും സഹകരണമാണ്. ജനങ്ങളെ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. കൊച്ചു വന്നാലും ഭയങ്കര സ്നേഹമാണ്. മറ്റാണെങ്കിൽ പോറ്റിമാര് നമ്മളെ തൊടയാവട്ടെ, ഇങ്ങനെയൊന്നുമില്ല. എങ്കിലും നമ്മളെ തൊടുന്നതല്ല, നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കാൻ. ഇപ്പൊ കുഞ്ഞൊന്നും നിൽക്കും, ആ തിരിയും എടുത്തു, ലതിങ് എടുത്തു, ഇതിങ്ങ് അശുദ്ധി ഇല്ല. പക്ഷെ അതെല്ലാം കൊടുക്കുമ്പോൾ വെള്ളം കുറഞ്ഞവർ അകത്തെടുക്കും. എങ്കിലും എല്ലാരെ കൊണ്ട് എല്ലാം ചെയ്യിക്കും, ഒരു കുറ്റവും കുറവും പറയത്തില്ല. മറ്റുള്ള പോറ്റുകൾക്ക് അങ്ങനെ ഇങ്ങനെ ഒരു പക്ഷേ ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഒരു കയ്യബദ്ധം സംഭവിച്ചതായിരിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടപ്പോൾ ഇതല്ലേ ഭഗവാന്റെ കാര്യമല്ലേ, എന്നും ഭഗവാനെ നേദിക്കുന്ന ആളാണ്, എന്നും ഭഗവാന് വേണ്ടി പൂജ കഴിയുന്ന ആളാണ്. അപ്പൊ ഭഗവാന്റെ ഒരിത്തിരി സ്വർണം എടുത്താൽ എന്താ പ്രശ്നം എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. ഏതായാലും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. ഈ നാട്ടുകാരുടെ ഒക്കെ തന്നെ അവരുടെ കൊച്ചു സംഭാവനകളാണ് ഇത്രയും വലിയ ഒരു ആഭരണം സമാഹരണം ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു കുറ്റം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ CCTV അടക്കമുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനാണ് ഇനി നീക്കം. ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതൊരു മറ്റൊരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.